കേട്ടപ്പോൾ അസുഖം വന്നാൽ ഞാൻ നോക്കാൻ വരില്ല കേട്ടോ. നിങ്ങൾ രണ്ടാളും കൂടി ആശുപത്രി പോയി കിടക്കും. വെൽക്കം ബാക്ക് ടു ഡീകോഡഡ്. ഇന്ന് നമ്മൾ വിധു പ്രതാപ് സാറിന്റെ കോൺസെർട്ടിലേക്ക് പോവാണ്. ഇവിടെ കാമരാജർ അവന്യൂല് അരങ്ങം അവന്യൂ ഇസ് ദ സെയിം തിങ് റൈറ്റ്? ഓക്കെ. സോ ഇപ്പൊ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മെട്രോ സ്റ്റേഷനിലേക്ക് ഇനി 8 മിനിറ്റ്സേ ഉള്ളൂ. ഇവിടുന്ന് എവിടെയാ ഇറങ്ങുന്നുണ്ട്? AGDMS പറഞ്ഞ സ്റ്റേഷന്റെ അടുത്താണ് ഈ അവന്യൂ ഉള്ളത്. സോ നമുക്ക് ഇനി 1 മണിക്കൂറും കൂടി ഉണ്ട് കോൺസെർട്ടിലേക്ക്. ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇന്ന്. എന്താ വെച്ചാൽ ഞാനാണ് ശരിക്കും ലേറ്റാക്കിയത്. ഞാൻ വേറൊരു വീഡിയോ എടുക്കുമായിരുന്നു, ഒരു ആർട്ട് വീഡിയോ. അപ്പോൾ പെയിൻ്റൊക്കെ ഞാൻ കലക്കി വെച്ചുകൊണ്ട് ഐ വാസൻറ്റ് ഏബിൾ ടു സ്റ്റെപ്പ് ബാക്ക് ഫ്രം ഇറ്റ്. സോ ഞങ്ങൾ കുറച്ച് ലേറ്റാണ്. എത്ര നേരം ആവും എന്നറിയില്ല. 6:30ക്കാണ് കോൺസെർട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞങ്ങൾ AGDMS സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ അടുത്താണെന്നാണ് ഇപ്പോൾ സ്റ്റേഷനിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് പോകുകയാണ്. അച്ഛാ പറയൂ, എന്തായിരുന്നു പോകാനുള്ള ഒരു റീസൺ? പോകണം എന്ന് തോന്നാനുള്ള റീസൺ എന്താണ്? ഞാൻ പറഞ്ഞപ്പോഴേക്ക് യെസ് പറയാനുള്ള റീസൺ. പ്ലാനാ? ആദ്യം പ്ലാൻ ഇട്ടു, പിന്നെ ശ്രദ്ധ പറഞ്ഞു പോവാന്നുള്ളത്. ഇറങ്ങി തിരിച്ചു. പിന്നെ വിധു പ്രതാപിന്റെ ഫാനാണ്. ഒരുപാട് ഗാനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ. ഗാനങ്ങൾ മാത്രമല്ല, കോമഡി ഇഷ്ടമാണ്. കോമഡി ഇഷ്ടമാണ്. അപ്പൊ ശ്രദ്ധയ്ക്ക് പറഞ്ഞൊക്കെ പോയി കാണാമെന്ന്. അപ്പോൾ പെട്ടെന്നൊരു തീരുമാനം എടുത്തു, അങ്ങനെ കാണുന്നതാണ്. അതന്നെ. ഇപ്പോൾ നമുക്കിപ്പോൾ അവിടെ ചെന്നിട്ട് പാടാനൊന്നും പറയാൻ പാടില്ല, കാരണം അതിനൊരു സമയമില്ല, സ്റ്റേജിൽ കയറാനുള്ള സമയമില്ല. അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അച്ഛനോട് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം. ആ സ്കെയിലൊക്കെ ഇല്ലേ, സ്കെയിൽ എങ്ങനെയാന്നുള്ളത് പാടാൻ പറയും. ഇത് വെയിറ്റിംഗ് ആണ്. ഇപ്പൊ ഞാൻ നമുക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയമില്ല, ഇത് വെയിറ്റിംഗ് ആണ്. അതാ കൈ വിടുമ്പോ തോതി ഷർട്ട് ശരി. ഓക്കെ പ്രോഗ്രാം വന്നിട്ട് 6:30ക്കാണ്. 6:15 15 മിനിറ്റ് കൂടി ഉണ്ട്. ആരാ ലേറ്റ് ആക്കിയോ? പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യാൻറ്റീൻ എന്തെങ്കിലും ഉണ്ടോന്ന്. ക്യാൻറ്റീൻ ഉണ്ടോന്ന് അറിയില്ല, എനിക്ക് ചെറിയൊരു വിഷമമുണ്ട്. ക്യാൻറ്റീൻ ഇല്ലെങ്കിൽ ശ്രദ്ധ അച്ഛനെ തിന്നും. ക്യാൻറ്റീനിലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പോകണം. ഇടയിൽ ഞാൻ പോരും. അത് വിധുവല്ല, SPB ആയാലും ശരി, എനിക്ക് ഞാൻ അപ്പം തന്നെ. അച്ഛൻ ഇതിനു മുമ്പ് എത്ര പ്രാവശ്യം ഇവിടേക്ക് വന്നിരിക്കണം പറ? ഇതിനു മുമ്പ് ഞാനൊരു ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഇപ്പോൾ വന്നിട്ട് ഒരു 10 കൊല്ലം. ശരിക്കും എത്രയായി വന്നിട്ട്? ശരിക്കും വന്നിട്ട് ഐ തിങ്ക് SPBയുടെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. ബാലഭാസ്കർ ഷോ ഇവിടെ നിന്ന് ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നിനും ഞാൻ ടിക്കറ്റ് എടുക്കാറില്ല. ആദ്യമായിട്ടാണ് വിഷമം ടിക്കറ്റ് എടുത്തിട്ട് കാണുന്നു എന്നുള്ളത്. എത്രയായിരുന്നു ടിക്കറ്റിന്റെ പൈസ? 500 രൂപ ഒരാൾ. ഹെഡ് വന്നിട്ട് 500, 2000 പ്ലസ് സർവീസ് ചാർജ് വാങ്ങി 100 രൂപ. അത് എന്തിനാണ്? 168 ബുക്കിംഗ് ചാർജസ്. ഞാനാണ് ബുക്ക് ചെയ്തത്. എനിക്കല്ല ചാർജ്, ചെയ്ത ആപ്പിനാണ് ചാർജ്. അതുകൊണ്ട് എവിടെയാന്നറിയോ? അല്ല, ഈ നടക്കണ കാര്യം എന്ന് അച്ഛൻ പറഞ്ഞില്ലേ? പെട്ടെന്ന് പോകണം. ഇത് വെയിറ്റിംഗ് അല്ലേ, ഇതിന് നടക്കാനും സ്ഥലമില്ല. അപ്പോഴാണ് സൈക്കിൾ യാത്ര. അതാണ് ഒരു കാര്യങ്ങൾ. ഷോ 6:30 ആരംഭിച്ച് 2 hours പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 8:30 വരെയും നമ്മളുണ്ടാവും. അത് കഴിഞ്ഞ് ജനറൽ 9 o'clock റീച്ച് ആവാൻ തോന്നുന്നുണ്ട്.
എന്തായാലും നന്നായിട്ടൊന്ന് കരുതുന്നു. ഞാൻ വിചാരിച്ചു കുറച്ച് സോങ്സ് ഒക്കെ സെലക്ഷൻ ഉണ്ട്, അത് ഞാൻ പറയണം. അല്ല പുറത്തുനിന്നാണോ കഴിക്കണ ഫുഡ്? ആ പുറത്ത് കഴിക്കാം, വീട്ടിലുണ്ടാക്കിയില്ല. നമുക്ക് മാട്ടിന് മേലെ പോയിട്ട് പുറത്ത് പോയിട്ട് കഴിക്കാം, പുറത്തിരുന്ന് കഴിക്കാം. വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം നമുക്ക് മാട്ടിന് മേലെ കഴിച്ചാൽ അപ്പോൾ പുറത്തായല്ലോ. ഞാൻ സാറിൻ്റെ അടുത്ത് എന്താ അറിയോ പറഞ്ഞു, ലീവ് എടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അച്ഛനും ഞാനും ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറഞ്ഞു. ആർക്കാ ചോദിച്ചു? ഞാൻ പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സിന് ഒരാൾ റിലേറ്റീവ്സ് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാ ഞങ്ങളെത്തി. ഇതാണ് ഗൈസ് നമ്മുടെ അവന്യൂ. സോ ഗൈസ് ഇതാണ് നമ്മുടെ അവന്യൂ. സോ ഗൈസ് ഇതാണ് ഞങ്ങളുടെ സീറ്റ്. ഇവിടെ ഇത്രയ്ക്ക് അടുത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങൾ സിൽവറാണ് വാങ്ങിച്ചത്. ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഞാൻ ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ചെറിയ കുട്ടിയായിട്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ന് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഈ കോൺസേർട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഐ എം റിയലി എക്സൈറ്റഡ് നൗ ടു സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ആൻഡ് ഇവിടെ ഫുള്ള് മലയാളീസാണ് ഗൈസ്. ഞാൻ വിചാരിച്ചു ആൾക്കാരുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഐ തിങ്ക് ഒരു അസോസിയേഷനാണ്, അത് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ തമിഴ്നാട് സ്റ്റേറ്റ് യൂണിറ്റാണ് നടത്തുന്നത്. കുഴപ്പമില്ല. സോ ഇവിടെ ഫുള്ള് മലയാളീസാണ്, കണ്ടക്ട് ചെയ്യുന്നത് മലയാളീസാണ്. സോ ഇവിടെ ആക്ച്വലി 4 സീറ്റ് ടൈപ്പാണുള്ളത്. അതായത് സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം ആൻഡ് ഡയമണ്ട്. ഡയമണ്ടൊക്കെ ഭയങ്കര സ്റ്റേജിൻ്റെ ഭയങ്കര അടുത്താണ്. ആൻഡ് അതിനൊക്കെ 5,000 ആണ് പറഞ്ഞത്. 5,000, 2,000, പിന്നെ വേറെ എന്തോ റേഞ്ച് ഉണ്ടായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചത് പെർ ഹെഡ് 500 എന്നുള്ള പോലെയാണ്. ബാലഭാസ്കറിനെയാണ് ഇപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് വന്നത് തോന്നുന്നത്. ഒരു ഓണപരിപാടി ഉണ്ടായിരുന്നു. കുടുംബി സാരഥി, മുജീബ് ഉണ്ടായിരുന്നു, വിഷ്ണു ഉണ്ടായിരുന്നു. വിഷ്ണു കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതായത് വിഷ്ണു ഉണ്ടായിരുന്നു. നമ്മൾ മാത്രം വന്നിട്ട് നമ്മൾ 3 ആൾ കൂടിയിട്ടാണ് ബാലഭാസ്കറിൻ്റെ സാരഥി ഉണ്ട്, മുജീബ് ഉണ്ടായിരുന്നു. ബസ്സിലാണ് വന്നത്. DMS ഇറങ്ങിയിട്ട് നമ്മൾ നടന്നാൽ വന്നത്. SP ഇവിടെ വന്നിട്ട് നമ്മൾ തന്നെയാണ്. അമ്മ സുഖമില്ലാത്ത സമയത്ത്. നീ കുഞ്ഞെ കുട്ടിയായി പ്രഗ്നന്റ് ആയി, ഞാൻ പ്രഗ്നന്റ് ആയി. അത് നമ്മുടെ ഇതാണ് നെഹ്റു സ്റ്റേഡിയം. പല സ്ഥലത്തും നമ്മൾ പോയിരിക്കുന്നത്. എനിക്ക് എന്താ ഒരു വിഷമം വെച്ചാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളൊരു ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നത്. മീഡിയയിലുണ്ടായിരുന്നു, മിസ്സായി പോയി. മീഡിയയിൽ തന്നെയാണ്. ഒരുപാട് കോൺടാക്ട് 10 വർഷമായിട്ട് അവിടെ കോൺടാക്ട് ഒക്കെ നമുക്ക് മിസ്സായി പോയി. ഇനി മുതൽ 2025 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് പുതിയ കോൺടാക്ട് മീഡിയ മലയാളം. ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. സ്നേഹം കൊണ്ട് തന്നതാണ് കേക്ക്. എങ്ങനെയുണ്ട് ചാ പ്രോഗ്രാം? പോപ്കോൺ നന്നായിട്ടുണ്ടോ? സ്റ്റാർട്ട് ചെയ്തിട്ട് വേറെ മേടിക്കാൻ ജസ്റ്റ് സ്റ്റാർട്ടേഴ്സ്. മമ്മി എന്താണ് പറയാനുള്ളത്? ഉറപ്പാണോ? ബാലഭാസ്കറിന്റെ എല്ലാം നമുക്ക് കൊണ്ടുവന്ന ടിക്കറ്റ് ആയിരുന്നു കേട്ടോ. ഓസിന് കിട്ടിയ ടിക്കറ്റ് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് മുമ്പ് കോൺസേർട്ടൊക്കെ വന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ പേ ചെയ്തിട്ട് വരുന്നത്. സ്നാക്സ് അപ്പം എന്താ ഓസിയിലായിരുന്നു? അതൊക്കെ ഞങ്ങൾ വാങ്ങിക്കും നിങ്ങൾ. 7 o'clock ആയി കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു ആവും. ആഴ്ചയിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് വെച്ചാൽ ഞാൻ തരാം കേട്ടോ. എനിക്കിതാ ഇതാണ് എനിക്കിതാ. ഇത് വന്നിട്ട് വിഷു അടിപൊളി എന്നുള്ളത് എനിക്ക് വിഷ്ണു അടിപൊളിയാ തോന്നുന്നത്. കണ്ണു കാണില്ല അല്ലേ?
അയ്യോ അപ്പോൾ അച്ഛൻ ചേട്ടപ്പോൾ അസുഖം വന്നാൽ ഞാൻ നോക്കാൻ വരില്ല കേട്ടോ. നിങ്ങൾ രണ്ടാളും കൂടി ആശുപത്രി പോയി കിടക്കും. ഒരു പ്രാവശ്യം കുടിച്ചു നോക്കി. നീ ഷെയർ ചെയ്യോ? എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാതെ നിങ്ങൾ വീഡിയോ എടുത്തോളൂ. ടിക്കറ്റിലുണ്ടായിരുന്നല്ലോ. അല്ല, അസോസിയേഷൻ ഇന്റർനാഷണൽ മലയാളം അല്ല തെറ്റി. സ്റ്റാർട്ട് ചെയ്ത് സാച്ചുറേഷൻ കമ്മി ചെയ്യാം. മൈ ഗോഡ്, ചെക്ക് ചെയ്യാ ഇവര് ലൈറ്റ് ഇട്ട് കളിക്കണേ. കണ്ട ഗൈസ്, വിഷുവിന് വേണ്ടിയിട്ടാ അവിടെ ഒരു പിശുക്കണി വെച്ചിരിക്കണം. Change your number, that's why you didn't get my call. I gave you all of me, now you don't wanna be involved. Oh yeah, get on മുഖമുരകളൊന്നും ആവശ്യമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ പ്രതിഭ ടെലിവിഷൻ ഷോകളുടെ തുടക്കകാലത്ത് തന്നെ തന്റെ ശബ്ദ സൗന്ദര്യം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്വന്തം ഇടം നേടിയെടുത്ത ഗായകൻ. 17-ാം വയസ്സിൽ ഏഷ്യനെറ്റിന്റെ വോയിസ് ഓഫ് ദ ഇയർ സ്വന്തമാക്കി പിന്നണി ഗാനരംഗത്തെ തന്റെ വരവറിയിച്ച നമ്മുടെ വിധു പ്രതാപ്. വയസ്സിൽ മികച്ച ഗായകനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയതോടെ വിധു മലയാളി പിന്നണി ഗാനരംഗത്തെ വയ്ക്കാനില്ലാത്ത ശബ്ദ തികവോടെ പ്രതാപത്തോടെ വിധു പ്രയാണപ്പെട്ടു. കാലത്തിനൊത്ത് ചെറുപ്പമായി കൊണ്ടിരിക്കുന്ന ഈ ഗായകൻ ഇന്ന് പാട്ടിൽ മാത്രമല്ല, അഭിനയത്തിൽ, റിയാലിറ്റി ഷോ ജഡ്ജിങ്ങിൽ, അങ്ങനെ എല്ലാത്തിലും മലയാളികളുടെ മുന്നിൽ തിളങ്ങി നിൽക്കും. ഇറ്റ്സ് വിധു പ്രതാപ് എന്ന ബാനറിലൂടെ യുവത്വത്തിന്റെ ഹരമായി മാറിയിരിക്കുന്ന നമ്മുടെ വിധുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഇറ്റ്സ് വിധു പ്രതാപ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്ന് പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ പാട്ടുകൾ മാത്രമല്ല, വേറെ നല്ല പാട്ടുകളും ഉണ്ട്, അങ്ങനെ പേടിക്കണ്ട. അപ്പോ ഈ പാട്ടിന് ഒരു പ്രത്യേകത ഉള്ളത് എന്ന് വെച്ചാല്, ഇത് ഞാൻ തന്നെ പാടിയ പാട്ടാണ്, എല്ലാവരും കേട്ടിട്ടുള്ള പാട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഒരു എല്ലാവർക്കും പാട്ട് മനസ്സിലായല്ലോ. അതൊക്കെ ഒന്ന് കൈയടിച്ച് ഈ താളത്തിനെല്ലാവരും
ചൊല്ലി നീ കവിത ചൊല്ലി അപ്പോൾ ഗൈസ് ഡാൻസൊക്കെ കളിച്ചു. ഇപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ്റെ കിടപ്പ് കണ്ടില്ലേ, അമ്മാരി കളിയാണ് കളിച്ചത് ആൾ. വീഡിയോ ശരിക്കും കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല.
കലക്കി ലാസ്റ്റിലാവും കലക്കി. സോ ഗൈസ് കോൺസേർട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് പോയല്ല ആദ്യം മെട്രോ സ്റ്റേഷൻ പോവാണ്, വിച്ച് മീൻസ് വി ആർ ഗോയിങ് ടു ഹോം. സോ ഞങ്ങൾ ആക്ച്വലി അടുത്ത് ഞങ്ങൾ ഫോട്ടോ ഫോട്ടോ എടുക്കണം എന്ന് വെച്ചിട്ട് അടുത്ത് ലൈക്ക് വി വെൻറ്റ് നിയർ ഹിം ബട്ട് വി കുഡൻ ടേക്ക് എ ഫോട്ടോ ബിക്കോസ് ഹി വാസ് കൈൻഡ് ഓഫ് ബിസി. സോ ഞങ്ങൾ വിചാരിച്ചു വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു. സോ ഇപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് നിരാശയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ലേ, എൻജോയ് ചെയ്തോ? ഞങ്ങൾ ഡാൻസ് ഡാൻസസ് കളിച്ചു നടുവിൽ, വിച്ച് യു പ്രോബബ്ലി വുഡ് ഹവ് സീൻ ദ വീഡിയോ. എങ്ങനെയുണ്ടായിരുന്നു ശ്രദ്ധ? ഗിഫ്റ്റ് കൊടുത്തു, പക്ഷെ മേടിക്കാൻ പറ്റില്ല. ആർക്ക് കൊടുത്തു ഗിഫ്റ്റ്? എല്ലാവർക്കും കൊടുത്തു, നമ്മൾക്ക് ആൻസർ പറഞ്ഞില്ല. ആക്ച്വലി അവിടെ എന്തോ ഗെയിം നടത്തുന്നുണ്ടായിരുന്നു. എനിക്ക് ആൻസർ അറിഞ്ഞു, പക്ഷെ അവർ കണ്ടില്ല, എന്നെ വിളിച്ചില്ല. ശരി, കുഴപ്പമില്ല. അച്ഛാ എങ്ങനെയുണ്ടായിരുന്നു? പ്രോഗ്രാം നന്നായിരുന്നു, വളരെ നന്നായി. ഡാൻസ് കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. അതെ, ഇനി പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കണം ഞങ്ങൾക്ക്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. ഞങ്ങൾ ഷോ ലൈക്ക് ഒരു 8:30 കഴിയേണ്ട ഷോ ആണ്, പക്ഷേ 10 മണിക്കാണ് കഴിഞ്ഞത്. സ്റ്റാർട്ട് ചെയ്തത് ഭയങ്കരമായിട്ട് വൈകി അല്ല. ഇപ്പോൾ ടൈം ഏകദേശം 10 മണിയാണ്. ദിസ് ഷോ വാസ് എക്സ്പെക്റ്റഡ് ടു എൻഡ് ബൈ 8:30, പക്ഷേ അവർ സ്റ്റാർട്ട് ചെയ്തത് വൈകി. സോ അത് കാരണം തന്നെ ഇപ്പോൾ 10 മണിയായി. ഞങ്ങളിപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും ഒരു 11 ആവും തോന്നുന്നു. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ടു ഡീകോഡഡ്. ബൈ. നമ്മളെല്ലാം ഇവരൊക്കെ വീഡിയോ ഇട്ടിരിക്കും. നീയൊക്കെ 10 വർഷം മുമ്പ് തന്നെ വീഡിയോ ഇട്ടിരിക്കും. പക്ഷേ പേഴ്സണലായിട്ട് യൂസ് ചെയ്തു. ആ വീഡിയോ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ആ വീഡിയോ ഇടാൻ ട്രൈ ചെയ്യാം കേട്ടോ. അല്ല ചാ, അത് കിട്ടിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ ഇടാം നമുക്ക്. ഇതിൻ്റെ ഫ്രണ്ട് നമ്മളൊക്കെ ആദ്യം കൊണ്ടുവന്നത് അതെന്താ വെച്ചാൽ ഞാൻ ചെറുപ്പത്തിൽ മറ്റേ ഇംഗ്ലീഷ് യൂട്യൂബേഴ്സിനെ കാണുമായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാൻ ഡ്രോയിങ് ഒക്കെ പഠിക്കാൻ തുടങ്ങിയത്. വീഡിയോ എടുത്തത് അതൊക്കെ ശരിക്കും കുറേ ഉണ്ട്. അത് ഞാൻ ഒരു ദിവസം ഇടാം. ഇന്നാണ് ആ ട്രെൻഡായിട്ട് എല്ലാവരും ചെയ്യുന്നത്. നന്നായി ചെയ്തു. പക്ഷെ അന്ന് നമ്മൾ എവിടുന്ന എടുത്ത് പറഞ്ഞാൽ TV നിന്നാണ് നമ്മളത് കൊണ്ടുവന്നത്. ആ കാൺസെപ്റ്റ് നമുക്ക് TV നിന്നാണ് കിട്ടിയത്. TV മാത്രമല്ല, ഞാൻ യൂട്യൂബ് കാണുമായിരുന്നു ട്യൂട്ടോറിയൽ. അതെയോ? അച്ഛയ്ക്ക് അറിയില്ല, അച്ഛൻ എപ്പോഴും പുറത്തല്ലേ ഉണ്ടായിരുന്നു.